ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അക്ഷര കൈരളിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 2025 +2 തുല്യതാ ചരിത്രം ചോദ്യപേപ്പറാണ്. ലെറ്റ്സ് ബിഗിൻ. 1 മുതൽ 6 വരെയുള്ളവയിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതം. ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഗുരുനാനാക്കുമായി ബന്ധമുള്ളത് ഏത്? ഓപ്ഷൻസ്: വചനങ്ങൾ, സിൽസിലകൾ, ഭജനകൾ, ഷബാദുകൾ. ആൻസർ: ഷബാദുകൾ. ഷബാദുകളാണ് ഗുരുനാനാക്കുമായി ബന്ധമുള്ളത്. അടുത്ത ചോദ്യം: ഗരീബ് നവാസ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ: ഖ്വാജ മൊയിനുദ്ദീൻ. ഖ്വാജ മൊയിനുദ്ദീനാണ് ഗരീബ് നവാസ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം: കർണാടകത്തിലെ വീരശൈവ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകന്റെ പേരെഴുതുക. ആൻസർ: ബസവണ്ണ. ബസവണ്ണയാണ് കർണാടകത്തിലെ വീരശൈവ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം: 4000 ദിവ്യപ്രബന്ധം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ: ആഴ്വാർമാർ. അടുത്ത ചോദ്യം: പത്മാവത് എഴുതിയത് ആര്? ആൻസർ: മാലിക് മുഹമ്മദ് ജൈസി. അടുത്ത ചോദ്യം: താരാട്ടുപാട്ടുകൾ അറിയപ്പെട്ടിരുന്നത്? ആൻസർ: ലൂരിനാമ. ലൂരിനാമ എന്ന പേരിലാണ് താരാട്ടുപാട്ടുകൾ അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം: എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഇത് തെറ്റായാണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ നോക്കാം. മെഗസ്തനീസ്, ഇൻഡിക്ക, കൗടില്യൻ, അർത്ഥശാസ്ത്രം, ഹരിസേനൻ, അലഹബാദ് സ്തംഭലിഖിതം, ജെയിംസ് പ്രിൻസപ്പ്, ബ്രാഹ്മി ലിപി. അടുത്ത ചോദ്യം: ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാക്രമത്തിൽ എഴുതുക. ഉപ്പ് സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഖേഡ സത്യാഗ്രഹം. ഇതിൽ ഏതാണ് ആദ്യം നടന്നതെന്ന് ഓർഡർ അനുസരിച്ച് എഴുതണം. ആൻസർ നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം 1917, ഖേദ സത്യാഗ്രഹം 1918, ഉപ്പ് സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942. അടുത്ത ചോദ്യം: തന്നിരിക്കുന്ന പ്രാചീന ഇന്ത്യയുടെ രൂപരേഖയിൽ ചുവടെ പറയുന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുക. ഡൽഹി, ഝാൻസി, ആറ, കാൺപൂർ. നിങ്ങൾക്ക് ഇന്ത്യയുടെ രൂപരേഖ തരും. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കുക. 10 മുതൽ 18 വരെയുള്ളവയിൽ ഏതെങ്കിലും 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതം. ചോദ്യം നോക്കാം. ഹാരപ്പൻ ലിപിയുടെ 2 സവിശേഷതകൾ എഴുതുക. അടുത്ത ചോദ്യം: മഹാജനപദങ്ങളുടെ 2 പ്രത്യേകതകൾ എഴുതുക. അടുത്ത ചോദ്യം: സിയാറത്ത്, ഖവാലി ഇവ എന്തെന്ന് വ്യക്തമാക്കുക. അടുത്ത ചോദ്യം: മീരാബായിയെ കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. അടുത്ത ചോദ്യം: മുഗളന്മാരുടെ ഏതെങ്കിലും 2 തലസ്ഥാനങ്ങളുടെ പേരെഴുതുക. അടുത്ത ചോദ്യം: മുഗൾ രാജധാനിയിൽ നടത്തിയിരുന്ന 2 പ്രധാന ആഘോഷങ്ങൾ ഏതെല്ലാം? അടുത്ത ചോദ്യം: ദീൻ ഇലാഹിയെ കുറിച്ച് ലഘുകുറിപ്പ് എഴുതുക. അടുത്ത ചോദ്യം: 1857 കലാപവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 2 അഭ്യൂഹങ്ങൾ എഴുതുക. അടുത്ത ചോദ്യം: ഏതെങ്കിലും 2 തിണൈകളുടെ പേരെഴുതുക. 19 മുതൽ 21 വരെയുള്ളവയിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതം. ചോദ്യം നോക്കാം. ബുദ്ധമത സംഘത്തെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. അടുത്ത ചോദ്യം: ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക. അടുത്ത ചോദ്യം: ഇന്ത്യ വിഭജനം സ്ത്രീകളെ എപ്രകാരമാണ് ബാധിച്ചത്? 22 മുതൽ 26 വരെയുള്ളവയിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 സ്കോർ വീതം. ചോദ്യം നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എഴുതുക. അടുത്ത ചോദ്യം: ചിഷ്തി ഖ്വാൻകയിലെ ജീവിതം വിവരിക്കുക. അടുത്ത ചോദ്യം: വിജയനഗരത്തിലെ അമരനായകന്മാരെ കുറിച്ച് വിവരിക്കുക. അടുത്ത ചോദ്യം: മഹാശിലാ സ്മാരകങ്ങളെക്കുറിച്ച് വിവരിക്കുക. അടുത്ത ചോദ്യം: ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശങ്ങൾ പട്ടികപ്പെടുത്തുക. 27 മുതൽ 29 വരെയുള്ളവയിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 5 സ്കോർ വീതം. ചോദ്യം നോക്കാം. ബുദ്ധമത തത്വങ്ങൾ ചുരുക്കി വിവരിക്കുക.
അടുത്ത ചോദ്യം, ഇന്ത്യ വിഭജനം സ്ത്രീകളെ എപ്രകാരമാണ് ബാധിച്ചത്? ഈ ഒരു ചോദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ രണ്ടാമത്തെ തവണയാണ് ചോദിക്കുന്നത്. ഇത് നന്നായി പഠിച്ചിട്ട് പോകുക. അടുത്ത ചോദ്യം, 16 മഹാജനപദങ്ങളിൽ മഗധ എന്തുകൊണ്ടാണ് ശക്തമായി തീർന്നത്? 30 മുതൽ 32 വരെയുള്ളവയിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 8 സ്കോർ വീതം. ചോദ്യം നോക്കാം. മോഹൻജോദാരോയിലെ നഗരാസൂത്രണത്തെക്കുറിച്ച് വിവരിക്കുക. അടുത്ത ചോദ്യം, 1857 കലാപത്തിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുക. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളെക്കുറിച്ച് വിവരിക്കുക. ഇത്രയുമാണ് 2025 +2 തുല്യതാ ചരിത്രം മോഡൽ ചോദ്യപേപ്പർ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്